ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. മഴയൊക്കെ ദേ ഇപ്പോൾ ഒന്ന് തോർന്നിട്ടുണ്ട്. ഞാൻ വരുന്ന സമയത്ത് മഴയുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു അബദ്ധവും പറ്റിയെന്നേ. ഞാൻ തുണിയൊന്നും എടുത്തില്ല കേട്ടോ. വന്നപ്പോൾ തന്നെ എടുത്താൽ മതിയായിരുന്നേ. ഞാനപ്പോൾ കുട്ടികൾക്ക് കാപ്പി കൊടുക്കാനൊക്കെ കയറിയില്ലേ, ആ സമയത്ത് നല്ലൊരു കാറ്റും മഴയും വന്നു. വീണ്ടും കാറ്റടിയൊക്കെ കൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഇപ്പോൾ എടുക്കൽ രക്ഷയില്ല. ഇനി നാളെ ഒന്ന് ഉണങ്ങിയിട്ടേ എടുക്കാൻ പറ്റുള്ളേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ അടുത്ത ജോലി, അതായത് കുട്ടികൾക്ക് കാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുന്ന ജോലി വീട് തൂക്കലാണ് കേട്ടോ. അപ്പോൾ തൂക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ ഞാൻ നട്ടേക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ചെടികളൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് രാവിലെ ഞാനുണ്ടല്ലോ ധൃതിപ്പെട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ കുറച്ച് കള പറിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അധികം ചെടിയൊന്നുമില്ല കേട്ടോ, പക്ഷേ കുറച്ചേ ഉള്ളൂ. അതൊന്നും നോക്കിയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ആകെ നശിച്ചു പോകും കേട്ടോ. പിന്നെ ഞാനിവിടെ ശംഖുപുഷ്പമൊക്കെ നട്ടിട്ടില്ലേ, അതിനാണെങ്കിൽ ഒരു കയറ് കെട്ടി കൊടുത്തിട്ട് അതാണെങ്കിൽ കയറുന്നില്ല കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കുമായിരുന്നു. പിന്നെ ഈ ചെടി ഉണ്ടല്ലോ, ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത്തിരി ഉയരമുള്ളൊരു ചെടിച്ചട്ടി വേണം കേട്ടോ. അപ്പോൾ അത് ഞാനുണ്ടല്ലോ ഒരു റീൽസിൽ ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലിപ്കാർട്ടിലുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങിക്കണമെന്ന് കരുതിയിരിക്കുകയാണ്. അതൊന്ന് വാങ്ങിച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കാനായിട്ട്. അങ്ങനെ ഞാൻ ചെടിക്കൊക്കെ ഒന്ന് വളമൊക്കെ ഇട്ട് രാവിലെ കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്നുകൂടിയൊക്കെ സെറ്റാക്കി ഒന്ന് കുത്തിക്കളച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കളയൊക്കെ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് തൂത്തൊക്കെ എടുക്കുവാണേ. സന്ധ്യക്ക് മുമ്പ് അങ്ങ് തൂക്കണമല്ലോ, നമുക്കിനി വിളക്കൊക്കെ വെക്കണം. അപ്പോൾ ഇവിടേക്ക് ഒന്ന് അടിച്ച് തൂത്തൊക്കെ ഇടണം കേട്ടോ. എന്നിട്ട് വേണം ഇനി എൻ്റെ അടുത്ത ജോലികളിലേക്കൊക്കെ കയറാൻ കേട്ടോ. വൈകുന്നേരം വന്നിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഒട്ടുമിക്ക ജോലികളും തീർക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങ് തൂത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊന്ന് വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ തൂത്തിട്ട് വെള്ളം ഒഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, കാരണം വെള്ളം ഒഴിക്കുമ്പോൾ എല്ലായിടത്തും അങ്ങ് നനയുമല്ലോ. അപ്പോൾ എനിക്ക് ഈ ചെടി നടലൊക്കെ ഒരു പ്രാന്താണ് കേട്ടോ. ഇനിയും ഞാൻ എന്താ പറയുക, വിചാരിക്കുവാണെങ്കിൽ എനിക്കിനിയും നടാം. പക്ഷെ ഞാൻ എൻ്റെ പ്രാന്തൊന്ന് അടക്കി വെച്ചിരിക്കുവാണേ. കാരണം നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകലൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഇതൊരു ബുദ്ധിമുട്ടാവുന്നത്. നനയ്ക്കാനൊക്കെ ആരെങ്കിലും ഏൽപ്പിച്ചാലോ അവർക്കും ഒരു ബുദ്ധിമുട്ടാവുമല്ലോ ഒത്തിരി ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി കുറച്ച് മാത്രം നട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചാകുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ അങ്ങ് നനച്ചു കൊടുത്തു കേട്ടോ. വരുമ്പോൾ തന്നെ ഇതിനൊക്കെ അങ്ങോട്ട് വെള്ളം കൊടുക്കും കേട്ടോ, എന്നാലേ എനിക്കൊരു സമാധാനം വരുവുള്ളേ. പിന്നെ അകത്തേക്കൊക്കെ തൂക്കാനായിട്ട് വന്നു കേട്ടോ. ഇവിടെയൊന്നും വലിയ പൊടികളായിട്ടൊന്നും ഉണ്ടാവില്ല, കാരണം രാവിലെ അടിക്കാനൊന്നും സമയം കിട്ടില്ലെങ്കിൽ ഞാൻ ബെഡൊക്കെ ഒന്ന് കൊട്ടി വിരിച്ച് റെഡിയാക്കിയിട്ടിട്ട് പോകും കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും അങ്ങ് ഇറങ്ങുമല്ലോ. ഗൗതംകുട്ടനും മാമിയും അവർ രണ്ടുപേരും ഇറങ്ങി തൊട്ട് പുറകെ ഞാനും ഇറങ്ങും. അതുകൊണ്ട് പിന്നെ ആരും അങ്ങനെ വൃത്തികേടാക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ രാവിലെ തൂത്തിടാൻ സമയം കിട്ടില്ല കേട്ടോ. വൈകിട്ട് വന്നിട്ടാണ് തൂത്തിടുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങ് ചെയ്തിട്ട് പിന്നെ വൈകിട്ട് വന്നത് ഇങ്ങനെ തൂക്കലും അടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് പോകും കേട്ടോ. പിന്നെ ഞാൻ സൺഡേ ആണ് കേട്ടോ എൻ്റെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അവധി കിട്ടുന്ന ദിവസം അങ്ങ് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുന്നാലുണ്ടല്ലോ പിന്നെ ഒരാഴ്ചത്തേക്ക് പിന്നെ ഒന്നും നോക്കാനില്ല കേട്ടോ. നമ്മളിങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഒന്ന് പോയാൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്നൊന്ന് തൂത്തൊക്കെ എടുത്തു. അപ്പോൾ ചേട്ടൻ വിളക്കൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ കുളിക്കാൻ പോയി. അപ്പോൾ ആൾക്കൊരു ഗ്ലാസ് കട്ടൻ കാപ്പി എടുത്തു കൊടുക്കണം കേട്ടോ. ഞാൻ വന്നിട്ട് ചായ കൊടുത്തില്ലായിരുന്നേ. അപ്പോൾ ആൾക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് അപ്പോൾ കൊണ്ടുവന്ന സ്നാക്സ് എല്ലാം കുട്ടികളൊക്കെ കഴിച്ച് തീർത്ത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നോക്കിയപ്പോൾ മുട്ട ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വേഗം കുറച്ച് ബുൾസൈ അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആമിക്കും വേണമെന്ന് പറഞ്ഞിട്ടോ എടുത്തപ്പോൾ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് പകുത്ത ഓരോരുത്തർക്കായിട്ട് അങ്ങ് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് ഞാൻ വേഗം പാത്രം കഴുകാനായിട്ട് നിന്ന് കേട്ടോ. ഈ പാത്രങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ ഒരു പണിയും നടക്കത്തില്ല കേട്ടോ. വേഗം ഒന്ന് ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെച്ചാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളേ. പിന്നെ അതുമല്ല എൻ്റെ കിച്ചൺ അത്രയ്ക്ക് വലിയ കിച്ചണൊന്നുമല്ലല്ലോ, ചെറിയൊരു കിച്ചണല്ലേ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പാത്രങ്ങളൊക്കെ വിതറിയിടാനുള്ള സ്പേസ് ഒന്നും നമുക്കില്ല. കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഒരു കുഞ്ഞിതാണ്. അപ്പോൾ എല്ലാ സ്ഥലത്ത് ഒതുക്കി അങ്ങനെ വെക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കണം കേട്ടോ, എന്നാലേ പറ്റത്തുള്ളേ. അപ്പം ഞാൻ കുട്ടികൾ കൊണ്ടുവന്ന ചോറ് പാത്രവും പിന്നെ ഇപ്പോൾ വൈകുന്നേരം കാപ്പി എടുത്ത പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന്
വേഗം ഒന്ന് കഴുകി ഒതുക്കുവാണേ. ഇനി വേണം ഇവരുടെ കിച്ചൺ ചോറ്റുപാത്രം പൊതിഞ്ഞുകൊണ്ട് പോയ ടവലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഇടാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അന്നന്ന് തന്നെ ചെയ്യേണ്ട പണികളാണല്ലോ. പിന്നെ ബാക്കി അലക്കാനുള്ളതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് അവിടേക്ക് ഒന്ന് തൂത്തിട്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ആമിക്കുഞ്ഞ് എന്നോട് പറയുന്നുണ്ട് ആൾക്കൊരു ബുക്ക് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് പുറത്ത് പോകണം. പിന്നെ എനിക്കാണെങ്കിൽ കിച്ചണിൽ വെളിച്ചെണ്ണയും തീർന്നിരിക്കുവാണേ. അപ്പോൾ അതും അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ വീട്ടിലേക്ക് മാസാദ്യമാണ് കേട്ടോ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവസാനം ആകുമ്പോഴേക്കും തീർന്നു തുടങ്ങും ഓരോ സാധനങ്ങളായിട്ട്. പിന്നെ വെളിച്ചെണ്ണ ഇല്ലാതെ പറ്റത്തില്ലല്ലോ. നമുക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാലും വെളിച്ചെണ്ണ തന്നെ വേണമല്ലോ. അതുകൊണ്ട് അത് മേടിക്കാതെ പറ്റത്തില്ല. അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകണം കേട്ടോ കടയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച കുടിവെള്ളമൊക്കെ അങ്ങ് വെച്ചിട്ട് പോകാം. അപ്പോൾ ഇത് ആമീനെ പറഞ്ഞേൽപ്പിച്ച ആൾ സ്റ്റൗവൊക്കെ അങ്ങ് ഓഫ് ചെയ്തോളും കേട്ടോ. പിന്നെ എല്ലാ ദിവസവും വൈകിട്ടാണ് കേട്ടോ ഈ കുടിവെള്ളമൊക്കെ വെക്കുന്നത്. രാവിലെ നമുക്കൊരു തിരക്ക് പിടിക്കലായിരിക്കും കേട്ടോ. എനിക്കും പോകണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കുട്ടികളെ മാത്രം ഒരുക്കി വിടുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ പോയി വന്നപ്പോൾ ഉണ്ടല്ലോ, പോയപ്പോൾ മഴയുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് ഞാൻ കോട്ടൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നനഞ്ഞ് കുളിച്ചാണ് വന്നത്. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തലമുടിയൊന്നും നനഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ വേഗം ഒന്ന് കുളിക്കാമെന്ന് കരുതി. ഇപ്പോൾ വന്നപ്പോൾ ഉണ്ടല്ലോ കുറച്ച് മീൻ കിട്ടി, വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പോയപ്പോഴാണ് മീൻ വാങ്ങിയത്. ഇന്നങ്ങനെ തട്ടിക്കൂട്ടൊക്കെ ആയിട്ട് ഒപ്പിക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. ഇന്നലെയും ഗോതമ്പ് ദോശയും പരിപ്പ് കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നും കുട്ടികൾക്ക് ഇനി മീനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ പുറത്ത് പോയപ്പോൾ ഉണ്ടല്ലോ മീൻ വാങ്ങി കേട്ടോ. എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് ക്ലീനാക്കി അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആമിക്കുഞ്ഞിതേ പറ്റുന്ന പോലെ എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. മുളകൊക്കെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇടുവാണ് കേട്ടോ ആൾ. അപ്പോൾ അതൊക്കെ ഇനി ഫ്രിഡ്ജിലെടുത്ത് വെച്ചോളും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ആളെനിക്ക് ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് മീൻ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉള്ളി ഇഞ്ചി ഇതൊക്കെ എടുത്ത് വെക്കുവാണേ. അങ്ങനെ മീൻകറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ എടുത്തു വെച്ചാലുണ്ടല്ലോ നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തു വെച്ചു. ഇനിയുണ്ടല്ലോ കരിമീനാണ് കിട്ടിയേക്കുന്നത്. മത്തിയുടെ വില തന്നെ ആയുള്ളൂ കേട്ടോ. ആകെ 1/2 കിലോ അത്ര വാങ്ങിച്ചുള്ളൂ കേട്ടോ. 1/2 കിലോ അത്രേ ഉള്ളൂ, 180 രൂപ അത്ര ആയുള്ളൂ കേട്ടോ. അതായത് മത്തി വാങ്ങിക്കുന്ന വിലയായുള്ളൂ കേട്ടോ. അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പം അതിന് വേണ്ടി ഞാൻ തേങ്ങ പാലൊഴിച്ച് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങയും ചിരണ്ടിയൊക്കെ വെച്ച കേട്ടോ. അപ്പോൾ അതൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടാണ് ഞാൻ മീൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മീനുണ്ടല്ലോ ഇന്ന് ഞാൻ ക്ലീൻ ചെയ്ത് അങ്ങ് വാങ്ങി കേട്ടോ. കാരണം ഇപ്പം ഇത്രയും നേരമായില്ലേ. അപ്പോൾ ഇനി കായലോരത്തേക്ക് പോലൊന്നും നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ അരികും പക്കുമൊക്കെ ഒന്നുകൂടി ഒന്ന് ഉരച്ചെടുത്താലേ എനിക്കൊരു സമാധാനമാവുള്ളേ. അപ്പോൾ അതൊന്ന് കല്ലിട്ടൊന്ന് ഉരക്കണം കേട്ടോ. അവരെത്ര ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊന്ന് കല്ലിട്ട് ഉരച്ചില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കല്ലുകളിങ്ങനെ പലതരം ഉണ്ട് കേട്ടോ. അതായത് ഒരു കല്ല് ഞാനങ്ങ് മാറ്റുവാണ്. ആ കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ടവലൊക്കെ ഉണ്ടല്ലോ, അതായത് ചോറ്റുപാത്രം പൊതിഞ്ഞുകൊണ്ട് പോകുന്ന ടവല്, സോക്സ്, അങ്ങനെയൊക്കെ ഞാനൊന്ന് ഉരച്ചെടുക്കുന്ന കല്ലാണ് കേട്ടോ. അത് എളുപ്പത്തിൽ അതൊക്കെ എല്ലാ ദിവസവും ചെയ്യണമല്ലോ. അപ്പം ഞാൻ അകത്ത് തന്നെ അങ്ങനെ ഒരു ചെറിയ കല്ലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം മീൻ ഉരക്കുന്ന കല്ല്, അത് മീൻ ഉരക്കാൻ വേണ്ടി അവിടെ ഇട്ടേക്കും. അതായത് നമുക്ക് കായലോരത്തേക്ക് പോകാൻ പറ്റിയില്ല, നല്ല മഴയൊക്കെയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഭാഗത്തിട്ട് അങ്ങ് ഉരച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ എളുപ്പത്തിന് വേണ്ടി ഞാനിങ്ങനെ 2 തരം കല്ലുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുട്ടികളുടെ ചോറ് പൊതിയുന്ന ടവലൊന്നും വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ അതിൽ കറിയൊക്കെ ആക്കിക്കൊണ്ടായിരിക്കും വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ മീൻ വറുത്തത് അങ്ങനെ
അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഞാനത് വാഷിംഗ് മെഷീനിൽ ഇടത്തില്ല കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ പുറത്ത് വെച്ച് തന്നെ ഞാനത് കഴുകിയൊക്കെ എടുക്കും കേട്ടോ. അപ്പം മഴയൊക്കെ ഉണ്ടെങ്കിലും എനിക്കിവിടെ നിന്ന് അകത്ത് തന്നെ നിന്ന് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാവേ. പിന്നെ അതുപോലെ ഇവർ ഡെയിലി ഇടുന്ന സോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകണമല്ലോ. അപ്പോൾ അതൊക്കെ ഉരക്കാനായിട്ടാണ് കേട്ടോ ആ ഒരു ചെറിയ കല്ല് ഞാൻ അവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം മഴയൊക്കെ ആണെങ്കിലും നമുക്കകത്ത് നിന്ന് ചെയ്യാമല്ലോ അതൊക്കെ. അങ്ങനെ ഞാൻ മീനൊക്കെ ഉരവി കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വേഗം അങ്ങ് കട്ട് ചെയ്ത് എടുക്കുവാണേ. ഇതങ്ങ് പൊള്ളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ ഇനി ഇതിനൊരു സൈഡ് ഉണ്ടാക്കണം കേട്ടോ. അപ്പം നമുക്കിവിടെ ഉണ്ടായ അമരപ്പയറുണ്ട് കേട്ടോ. അതുമുണ്ട്, സാധാരണ പയറും ഉണ്ട് കേട്ടോ. ചേട്ടൻ്റെ കൃഷിയാണ് അതൊക്കെ. അപ്പോൾ അതിൽ 2-3 അതായത് 2 പേർക്ക് കൂട്ടാനുള്ള ഉണ്ടാകും കേട്ടോ. പിന്നെ ആമിക്കുഞ്ഞും ഗൗതവും ഇതങ്ങനെ അത്ര കൂട്ടത്തില്ല, അവർക്ക് അത്ര ഇഷ്ടമല്ല. ആമി പിന്നെയും കൂട്ടും കേട്ടോ. ഗൗതമിന് പച്ചക്കറികളിലെ വെണ്ടക്ക, ബീൻസ് ഇത് മാത്രമാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ മീനൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ട് വേഗം നമുക്ക് മീൻ കറിയൊക്കെ അടുപ്പത്തേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി ഇഞ്ചി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചാൽ നമുക്ക് പണി എളുപ്പമാകും കേട്ടോ. അതാണ് ഞാൻ മീൻ വെട്ടുന്നതിന് മുമ്പേ ഇതൊക്കെ അങ്ങ് റെഡിയാക്കി വെച്ചത് കേട്ടോ. ഇനി എല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തക്കാളി ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല പഴുത്ത തക്കാളി നോക്കിയെടുത്ത് കേട്ടോ. പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനി ഒന്ന് തേങ്ങാപ്പാലൊന്ന് മിക്സിയിട്ടൊന്ന് കറക്കി കൊണ്ടുവന്നാൽ പെട്ടെന്ന് സെറ്റായി കിട്ടുമല്ലോ. അങ്ങനെ അതും എടുത്ത് വെച്ചു. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുടിവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുടിക്കാനായിട്ട്. അതാണ് എൻ്റെ ജോലിയുടെ തുടക്കം. അതായത് അടുക്കളയിൽ വരുമ്പോഴത്തേക്കും വൈകിട്ട് ആദ്യം ചെയ്യുന്ന പണി അതാണ് കേട്ടോ. രാവിലെ നമുക്ക് ഒത്തിരി ജോലികൾക്ക് എന്ന് വെച്ചാൽ ഇതുങ്ങൾക്ക് 7:30 പോകണം, എനിക്കും ഇറങ്ങണമല്ലോ, തൊട്ട് പുറകെ ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഈ കുടിവെള്ളമൊക്കെ ആറാനുള്ള സമയമൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ തന്നെ ഞാൻ ആ പണികളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ വെള്ളം കൊണ്ടുപോകാം. വീണ്ടും വൈകുന്നേരം വരുമ്പോൾ വീണ്ടും കുടിവെള്ളം വയ്ക്കുക. ഇങ്ങനെയുള്ള പണികളാണ് കേട്ടോ. എൻ്റെ ഒരുവിധം എല്ലാ ജോലികളും ഞാനുണ്ടല്ലോ തലേ ദിവസം രാത്രി തന്നെ തീർത്ത് വെക്കും കേട്ടോ. രാവിലെ ഒന്നിനും സമയം കിട്ടില്ല. അതായത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ ചോറാണെങ്കിൽ തന്നെ തെർമൽ കുക്കറിൽ ഞാൻ ഇറക്കി വയ്ക്കും. അപ്പോൾ അത് തിളപ്പിക്കുക. പിന്നെ എന്തെങ്കിലും കറി, ഇപ്പോൾ കറിക്ക് ഈ മീനിൻ്റെ ഞാൻ 2 കഷ്ണം എടുത്ത് വറുക്കാനായിട്ട് മുളക് പുരട്ടിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് രാവിലെ എടുത്ത് വറുത്ത് പിന്നെ എന്തെങ്കിലും ഒരു പച്ചക്കറി ആയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് സെറ്റാക്കുന്നതല്ലാതെ നമുക്കുണ്ടല്ലോ ഇവരെ വിടലും ഞാനൊരുങ്ങി പോകലും എല്ലാം കൂടി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾക്കിപ്പോൾ എന്നെ കണ്ടെടുത്തോളം മനസ്സിലായിട്ടില്ല. എനിക്കിങ്ങനെ വലിച്ചു വാരിയിട്ടിട്ട് പോകലൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. എൻ്റെ ഒരുവിധം അതായത് ജോലി കഴിഞ്ഞെന്ന് ആ പാത്രങ്ങളും കൂടി കഴുകി പെറുക്കി അടക്കി വെച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. അപ്പം എൻ്റെ ജോലികളെല്ലാം ഞാൻ ഒരുവിധമെല്ലാം ഞാൻ തലേ ദിവസം രാത്രി തന്നെ ഒതുക്കി വെക്കോട്ടെ. രാത്രി ഇത്തിരി കിടക്കാൻ വേണ്ടി വൈകിയാലും കുഴപ്പമില്ല. രാവിലെ എനിക്കിങ്ങനെ എന്താ പറയുക ജഗപുക കൂട്ടിയിട്ടുള്ള പണികളുണ്ടല്ലോ, എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ പണികളൊക്കെ ഒതുക്കി വെച്ച് രാവിലെ എനിക്ക് അത്യാവശ്യം വേണ്ട ജോലികളൊക്കെ എനിക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് ഞാൻ മീൻ പൊള്ളിച്ചു കേട്ടോ. തേങ്ങാപ്പാലിലാണ് പൊള്ളിച്ചത്. അപ്പോൾ ചെറിയൊരു കഷ്ണം പുളിയും പിന്നെ തക്കാളിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2 കഷ്ണം മീൻ എടുത്തിട്ട് നാളെ ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുവാണ് കേട്ടോ. ഇന്ന് പൊരിക്കാനുള്ള മീനൊന്നും ഇല്ല കേട്ടോ. കാരണം ഇത് കുറച്ച് മീനേ ഞാൻ വാങ്ങിയുള്ളൂ, നല്ല വിലയല്ലേ. അപ്പം ഞാനൊരു എന്താ പറയുക 180 രൂപയാണ് കേട്ടോ ഇത്ര മീൻ. അപ്പം മത്തി വാങ്ങിക്കുന്ന ആ പൈസക്ക് ഈ മീൻ വാങ്ങിച്ചു കേട്ടോ, അത്ര ഉള്ളേ. അപ്പം അത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു കറി സെറ്റാക്കി. പിന്നെ ഞാൻ എന്താ പറയുക ഇങ്ങനെ മണി പ്ലാന്റൊക്കെ ജനലിലും ഇത് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ കിച്ചണിലൊക്കെ കയറുമ്പോൾ ഒരു മടുപ്പ് തോന്നാറില്ലേ ഏതേരം ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യാനായിട്ടെന്ന്. ഇല്ല കേട്ടോ, എനിക്കിങ്ങനെ മടുപ്പൊന്നും തോന്നാറില്ല. അങ്ങനെ എന്തെങ്കിലും എനിക്കൊരു നെഗറ്റീവ് അടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. കിച്ചണിൽ ഇങ്ങനെ ചെടികൾ വെക്കാനും പിന്നെ വെച്ച ചെടികളൊക്കെ വെള്ളം മാറ്റുക, അതൊക്കെ ഒന്ന് റെഡിയാക്കുക. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, എനിക്കിതൊക്കെയാണ് കേട്ടോ കൂടുതലും സന്തോഷം. അപ്പം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ സമയം തള്ളി നീക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സൈഡ്
ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അമരപ്പയറും ഉണ്ട്, സാധാ പയറും ഉണ്ട് കേട്ടോ. ഈ അമരപ്പയർ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയതാണ്, നമ്മൾ വളർത്തിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പറിച്ചെടുത്ത് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പം ഇപ്പം അധികമൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. എനിക്കും ചേട്ടനും ഗൗതം ഇത് തൊടത്തില്ല കേട്ടോ, ആൾക്കിത് ഇഷ്ടമല്ല. ആൾ വെണ്ടക്ക ബീൻസ് അത്ര മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കുള്ളതും ആകുമല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി അങ്ങ് പെട്ടെന്ന് മെഴുക്ക് പുരട്ടി എടുക്കാം, അപ്പോൾ ഒരു സൈഡാകുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ മടുപ്പ് തോന്നില്ല കിച്ചണിൽ കയറാൻ ഏതുതരം. പക്ഷേ എനിക്കങ്ങനെ തോന്നാറൊന്നുമില്ല കേട്ടോ. എനിക്ക് കൂടുതലും സമയം ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാനൊക്കെയാണ് കേട്ടോ ഇഷ്ടം. ഇപ്പം ഞാനാണെങ്കിലും ജോലിക്ക് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ പണികൾ നോക്കി ഇവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. അല്ലാതെ എനിക്ക് തന്നെ ജോലികളുണ്ട്. കാരണം ഇപ്പോൾ വീട്ടിൽ വന്നാൽ ഇപ്പോൾ ചെടികൾ നോക്കാനാണെങ്കിലും പിന്നെ അകത്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള ചെടികളൊക്കെ വെക്കണം. പിന്നെ അത്യാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യും. പിന്നെ അടുക്കള ജോലികൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ചേട്ടൻ്റെ കാര്യങ്ങൾ, പിന്നെ വീട്ടുപണി അറിയാമല്ലോ. അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്കങ്ങ് സമയം പോകുമല്ലോ. വരുമ്പോൾ 4:30-5 മണിയാവും. പിന്നെ ഇവരുടെ കാര്യങ്ങൾ നോക്കിയതേ രാത്രിയായി, വീണ്ടും രാവിലെ ജോലിക്ക് പോകുന്നു. ഇത് തന്നെ പിടുത്തം. പിന്നെ നമുക്ക് ആകെ കിട്ടുന്നൊരു സൺഡേ, അതാണെങ്കിൽ ഒത്തിരി ജോലികളും ഉണ്ടാവും. ഇപ്പോൾ വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ടിട്ടുണ്ടല്ലോ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ ഈ കൊച്ചു സന്തോഷങ്ങളിൽ ഒതുങ്ങി ഞാനങ്ങ് പോവുകയാണേ. അപ്പോൾ ഇതേ ഒരു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഒന്നല്ല കേട്ടോ, 2-3 ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആമിക്ക് വേണമെന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ വൈകിട്ട് ഒരെണ്ണം കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഒരെണ്ണം എടുത്ത് കഴിച്ചതാണേ, നല്ല പഴുത്ത മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതാന്ന് പറയുന്നതിന് മുൻപ് മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയാക്കി. അപ്പോൾ നമുക്കിന്ന് ഈ 2 കറി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പപ്പടം, അച്ചാർ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുവാണേ. ചേട്ടനെ ഇപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങളും അത് ഒഴിവാക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ശരി എന്നാലേ.